Mamma's dishwash liquid. Soft on hands. യോഗി മോനെ, നിന്റെ കാര്യം കട്ട പുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ണു തുറന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ കാണുകയാണ്. ഇത്ര കാലം മൂടിവെച്ച നിങ്ങളുടെയൊക്കെ തിന്മ നിറഞ്ഞ വർഗീയത നിറഞ്ഞ പച്ചമുഖം ദാ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുകൂലമായി നിന്നിരുന്ന പല മാധ്യമങ്ങൾക്കും തുറന്ന് കാണിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്, അവർക്ക് സഹോദരിമാരുണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് അമ്മമാരുണ്ട്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കലാണ് ആദ്യത്തെ ജോലി എന്ന് അത്തരം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ മൂട്ടിവെച്ച നിങ്ങളുടെ വർഗീയ തിന്മ നിറഞ്ഞ മുഖം ദാ ഇപ്പോൾ പുറത്തു വരികയാണ്. കണ്ണു തുറന്നു കാണുക മലയാളികളെ, കണ്ണു തുറന്നു കാണുക. എന്തുകൊണ്ടാണ് സംഘപരിവാർ ഫാസിസത്തെ എതിർക്കണമെന്ന് ഞങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഹത്രാസിലെ പെൺകുട്ടിയുടെ കുടുംബത്തെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ചുറ്റും പോലീസ് കാവൽ നിൽക്കുകയാണ്. എന്തിനാണ് എന്നല്ലേ? അവർക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്. ജാതീയത കൊണ്ട് അവർ വീർപ്പ് മുട്ടിയ സത്യങ്ങൾ പുറം ലോകത്തേക്ക് അവർക്ക് അറിയിക്കാനുണ്ട്. എന്നാൽ അതൊന്നും പുറത്തു വരാതിരിക്കാൻ യോഗിയും കൂട്ടരും എടുത്ത നാടകത്തിന്റെ ആദ്യപടിയാണ് ആ കുടുംബത്തെ റൂമിനകത്ത് പൂട്ടിയിടുക എന്നുള്ളത്. നിങ്ങൾ കണ്ടതല്ലേ? മജിസ്ട്രേറ്റ് അടക്കം അവരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ആരാണ് മജിസ്ട്രേറ്റ്? മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രോട്ടോകോൾ പ്രകാരം എവിടെയാണ് അയാളുടെ സ്ഥാനമുള്ളത്? ജനങ്ങളുടെ സംരക്ഷകനായി മാറേണ്ട മജിസ്ട്രേറ്റ് പറയുകയാണ് മാധ്യമങ്ങൾ പോകും, അത് കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന്. മറ്റൊരു ദൃശ്യം ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കുട്ടി പോലീസിന്റെ വലയം ഭേദിച്ച് ആ റൂമിനകത്ത് നിന്ന് എങ്ങനെയോ പുറത്തു ചാടിയിട്ട് എത്തി. എന്നിട്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള മാധ്യമങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. വാ തുറന്നപ്പോൾ ഇത് കണ്ട ഒരു പോലീസുകാരൻ ഓടി വന്നിട്ട് ആ കുട്ടിയുടെ മാസ്ക് താഴ്ത്തി. എന്തിനാണെന്നറിയോ? ആ കുട്ടിയുടെ മുഖം മനസ്സിനകത്ത് കുറിച്ചിടാനാണ്. എന്നിട്ട് ആ കുട്ടിയുടെ കോളർ പിടിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒളിഞ്ഞല്ല, നിങ്ങൾ കാണണം, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ലൈവായി തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യത്തിന് മുന്നിൽ വെച്ച് ആ കുട്ടിയെ കോളറിന് പിടിച്ചിട്ട് പോലീസുകാരന് വലിച്ചു കൊണ്ടുപോവുകയാണ്. പേടിച്ചിട്ട് അവൻ ഒരു മതിൽ ചാടിയിട്ട് ഓടിപ്പോകുന്ന കാഴ്ച മനോരമയടക്കം, കേരളത്തിലെ മനോരമയടക്കം, മീഡിയ വൺ അടക്കം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ലൈവായി തത്സമയം കാണിച്ചു കൊണ്ടിരിക്കുന്നു. പറ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, എന്താണോ ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്? എവിടെയാണ് ഇന്ത്യയിലെ പെൺകുട്ടി പഠിക്കുന്നുള്ളത്? എവിടെയാണ് ഇന്ത്യയിൽ പെൺകുട്ടി സുരക്ഷിതത്വത്തിലുള്ളത്? പറ. ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യയിലെയും വീടുകൾക്കകത്ത് നിന്ന് പെൺകുട്ടികളെ വലിച്ച് റോഡിലേക്ക് ഇട്ടിട്ട് ക്രൂരമായി ബലാത്കാരം ചെയ്യുന്ന ഒരു പുതിയ ജനറേഷൻ വരുന്നതാണോ? അങ്ങനെ ഒരു ജനറേഷനെ വളർത്തിയെടുക്കുന്നതാണോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള മുദ്രാവാക്യം കൊണ്ട് നിങ്ങൾ ഉദ്ദേശമാക്കിയിട്ടുള്ളത്? വൈകാരികമായി തന്നെ സംസാരിക്കുകയാണ്, മറ്റൊന്നുമല്ല. ജനാധിപത്യ രാജ്യം, ലോകത്ത് ഇത്രത്തോളം വലിയ ജനാധിപത്യ രാജ്യം വേറെ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് 1000 വട്ടം ഞാനടക്കമുള്ള ആളുകൾ പല വേദികളിലും തുറന്നടിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ലജ്ജിക്കുകയാണ്. ഇതെന്ത് ജനാധിപത്യ രാജ്യമാണ്? ഇതെന്ത് ജനാധിപത്യ രാജ്യമാണ്? ഇവിടെ എവിടെയാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത്? പറയണം. പെൺകുട്ടിയെ പീഡിപ്പിച്ച സവർണരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികാരം ഉപയോഗിക്കുന്ന യോഗിയെ പോലെയുള്ള നരാധവന്മാരുടെ മുഖം ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. വേണ്ട, നമുക്ക് പെങ്ങന്മാരുണ്ട്, നമുക്ക് ഭാര്യമാരുണ്ട്, നമുക്ക് സഹോദരിമാരുണ്ട്, നമുക്ക് അമ്മമാരുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇവരെ പോലെയുള്ള ആളുകൾ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ നമുക്ക് നീതി ലഭിക്കുകയില്ല. സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ലഭിക്കുകയില്ല, ലഭിക്കുകയില്ല, ലഭിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ.
Mama's dishwash liquid. Soft on hands.